കരച്ചിൽ ഇപ്പോഴും പോയില്ല. ഞാൻ അത്രയും നല്ല ഫാമിലി ആയിട്ട് നല്ല ഉഷാറായിട്ട് പോകുന്നു. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് കരയാനൊക്കെ ഉണ്ട്. കരച്ചിലും വരും, സ്നേഹം തോന്നും, ഇഷ്ടം തോന്നും. കുടുംബസമേതം കാണാവുന്ന നല്ല ഒരു ചിത്രം. അച്ഛൻ്റെ കവിതയും കൂടെ ഇതിലുണ്ടായിരുന്നു, മനസ്സ് നന്നാവട്ടെ. Celluloid Film Magazine. മെമ്മറി പ്ലസ് കണ്ടിറങ്ങിയതാണ്. ഞാൻ സിനിമയുടെ ചെറിയ ഭാഗമാണ്, റോൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പറയുകയല്ല, ഒരു കാഴ്ചക്കാരൻ്റെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതും വളരെ ഹൃദയസ്പൃക്കായിട്ട് കൈകാര്യം ചെയ്യുന്ന സംഗതിയാണ്. വളരെ ലളിതമായ ഒരു ആവിഷ്കാരമാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുവാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതിൽ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും. പൊതു സമൂഹത്തിന് പാഠങ്ങൾ നൽകുന്നത്, പ്രത്യേകിച്ചും ഈ പാലിയേറ്റീവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ ഈ സിനിമ പങ്കുവഹിക്കുന്നുണ്ട്. ഒപ്പം കുടുംബത്തിൽ വരുന്ന ശൈഥില്യങ്ങളെ എങ്ങനെ നേരിടാമെന്നതും മാതാപിതാക്കളുടെ ഉള്ളിൽ എപ്പോഴും ഏത് പ്രശ്നത്തിന് നടുവിലും അവർക്കുണ്ടാവുന്ന സ്നേഹത്തെ തിരിച്ചറിയാൻ ഒരുപക്ഷേ ഈ സിനിമ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സിനിമ നമ്മുടെ മെമ്മറിയിൽ എന്നും ഒരു പ്ലസ്സായി നിൽക്കാവുന്ന ഒരു സിനിമയായിട്ട് KT മൻസൂറിൻ്റെ ഈ സിനിമ മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഫസ്റ്റ് ഷോ കണ്ട് പ്രേക്ഷകരെല്ലാവരും അതൊരേ സ്വരത്തിൽ ഒരുപോലെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും അതിലെ തുടക്കം മുതൽ, സാധാരണ സിനിമ പറയുന്ന പോലെ ഒരു ക്ലൈമാക്സിലല്ല, തുടക്കം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആളുകൾ അതിലേക്ക് സിനിമയിലേക്ക് കയറുന്നു എന്നുള്ളത് തന്നെ, അതിനുശേഷം അവർ സിനിമ കഴിയുന്നതിന് ശേഷമാണ് റിലീവ് ആകുന്നതെന്ന് കേട്ടപ്പോൾ എൻ്റെ ശ്രമം വെറുതെ ആയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഞാനത് പ്രേക്ഷകരെ കൂടിയാണ്, ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്, സിറ്റി ഓഫ് ലവ്. അപ്പോൾ ഈ കഥ പറയുന്നത് പൂർണ്ണമായിട്ടും സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ്. ഈ കാലഘട്ടത്തിൻ്റെ കഥയാണ് ഈ പറയുന്നത്. നമുക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹം പല കാരണങ്ങളാലും വേർതിരിവുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതല്ലാത്ത ഒരു ലോകം നമ്മൾ തിരിച്ചു പിടിക്കും ഈ സിനിമ എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കൂടുതൽ സന്തോഷമാണ്, എനിക്ക് കൂടുതൽ പറയാൻ കഴിയുന്നില്ല. താങ്ക് യു വെരി മച്ച്. നല്ല മൂവിയായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു, കണ്ണ് നനയിക്കുന്നു. ഒരു കുടുംബചിത്രമായിട്ട് നന്നായിട്ട്. കരച്ചിൽ ഇപ്പോഴും പോയില്ല. ഞാൻ അത്രയും നല്ല ഫാമിലി ആയിട്ട് നല്ല ഉഷാറായിട്ട് പോകുന്നു. ഭയങ്കര ഫീലിംഗ്, നല്ലൊരു ഏരിയ കൂടി സിനിമ കടന്നു പോകുന്നു. സ്നേഹത്തിൻ്റെ കഥ പറയുന്ന നല്ല ഫീലിംഗ് ആയി. നല്ല ഇഷ്ടം തോന്നും കാണുമ്പോൾ. കുറച്ച് കരയാനൊക്കെ ഉണ്ട്. കരച്ചിലും വരും, സ്നേഹം തോന്നും, ഇഷ്ടം തോന്നും. നല്ല പടം, സൂപ്പർ. നല്ല സിനിമ. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ നാച്ചുറലായിട്ട് കാണിച്ചിട്ടുണ്ട്. അതെ, വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല ഫാമിലി മൂവിയാണ്, കാണാൻ സൂപ്പറാണ്. കരഞ്ഞ് വരുന്ന രംഗാണ് കാണുന്നത്, നല്ല സൂപ്പർ, നല്ല പടമാണ്. കുടുംബസമേതം കാണാവുന്ന ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായൊരു പടമാണ്. സാമൂഹ്യ ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. അതെ, നല്ല 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 എനിക്ക് ഇഷ്ടപ്പെട്ടു. ത്രൂ ഔട്ട് നല്ല പടം. ഈ
കുടുംബസമേതം കാണാവുന്ന നല്ല ഒരു ചിത്രം. ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലിയ വർണ്ണപ്പകിട്ടില്ലാതെ അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രീകരണമാണ് ഈ പടത്തിൽ കാണാൻ സാധിച്ചത്. തിയേറ്ററിലേക്ക് ആളുകളെ ആകർഷിക്കാൻ സിനിമയുടെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു മസാലയും ഈ പടത്തിലില്ല. യഥാർത്ഥ ജീവിതം നല്ല രീതിയിൽ ചിത്രീകരിച്ച പടമാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ KT മൻസൂർ അതിൻ്റെ സ്ക്രിപ്റ്റും എല്ലാം തന്നെ നന്നായി മലയാള സിനിമയ്ക്കൊരു നവസംവിധായകനെ കിട്ടി എന്ന് തോന്നുകയാണ്. നല്ല സിനിമ എല്ലാ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. അച്ഛൻ്റെ കവിതയും കൂടെ ഇതിലുണ്ടായിരുന്നു, മനസ്സ് നന്നാവട്ടെ. അപ്പോൾ അത് കൂടുതൽ സന്തോഷമായി അത് കേൾക്കാൻ പറ്റിയില്ല. വളരെ പാട്ട് പോലും നന്നായിരുന്നു. ഇപ്പോഴത്തെ അങ്ങനത്തെ പാട്ടൊന്നല്ലല്ലോ, അതുകൊണ്ട് അത് നന്നായിരുന്നു. നല്ല സിനിമയായിരുന്നു. കുറേ കാലമായി നല്ലൊരു സിനിമ കണ്ടിട്ട്. മറ്റേ ഇപ്പോൾ ഈ ന്യൂ ജെൻ ആകുമ്പോൾ പിന്നെ അതിൻ്റെ കഥകൾക്കൊന്നും വലിയ ഇതില്ലല്ലോ, പ്രാധാന്യമില്ല. ഇപ്പോൾ ശരിക്കും ഫാമിലിയായിട്ട് കുടുംബ ബന്ധങ്ങളെ പറ്റിയിട്ട് നന്നായി കാണിക്കുന്ന ഒരു നല്ല സിനിമ. ആദ്യാവസാനം നന്നായി കാണാം, ഫാമിലിയായി കാണാൻ പറ്റിയ സിനിമ. നല്ല പടം, നല്ല മൂവിയാണ്, നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന കുഴപ്പമില്ല, നല്ല ഫാമിലിയായിട്ടൊക്കെ നല്ല എൻജോയ് കാണാൻ പറ്റിയ നല്ലൊരു പടം, നല്ലൊരു സിനിമ. ഒരു ചെറിയൊരു സീനുകൾ ഇതിൻ്റെ ചെറിയ ഭാഗം പറ്റി വളരെ സന്തോഷം. നല്ല എൻ്റർടൈൻമെൻറ്റാണ്. സുഖമായിട്ട് നല്ല റെസ്പോൺസാണുള്ളത് പ്രേക്ഷകരുടെ അടുത്ത്. എല്ലായിടത്തും നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാവരും കാണാൻ പറ്റും. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്.